നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് പച്ചടിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഓണസദ്യക്കൊക്കെ സദ്യ വിഭവത്തിൽ എല്ലാത്തിലും തന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് പച്ചടി. അപ്പൊ നമുക്കൊരു ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബീട്രൂട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് ഇനി നമുക്കത് ഇതേപോലെ ഗ്രേറ്റർ വെച്ച് നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പച്ചടി തയ്യാറാക്കാൻ എടുക്കുമ്പോൾ നല്ല റെഡ് കളറായിട്ടുള്ള ബീട്രൂട്ട് തിരഞ്ഞെടുക്കാൻ നോക്കുക. കടയിൽ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ തൊലി ഒന്നിങ്ങനെ തെറ്റിച്ച് നോക്കിയാൽ മതി. നല്ല കളറോട് കൂടിയ ബീട്രൂട്ട് തന്നെ നമ്മൾ എടുക്കണം. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റർ ഇല്ലാത്ത ആളുകൾ ചെറുതായിട്ട് നമ്മൾ കനം കുറച്ച് കൊത്താൽ മതി. ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യമേ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന നേരത്തിൽ ഇതിന് വേണ്ട അരപ്പൊന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ കടുക്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒത്തിരി തേങ്ങ വേണ്ട. നമുക്ക് പച്ചടി വയ്ക്കുമ്പം കുറച്ച് തേങ്ങ മതി. അത് ഒത്തിരി വെള്ളത്തിൽ അരയ്ക്കരുത്. ലേശം വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ബീട്രൂട്ട് നമുക്ക് വെള്ളം വറ്റിയൊന്ന് നോക്കാം. ബീട്രൂട്ട് വെള്ളം വറ്റിയിട്ടില്ല. നന്നായിട്ട് വെന്ത് വരണം. ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയുള്ളൂ. ഒരു 3 മിനിറ്റ് കൂടെ വേകുമ്പോൾ ഇതിനകത്ത് ജലാംശം എല്ലാം വറ്റും. ജലാംശം വറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സദ്യക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് പച്ചടികൾ. അപ്പം അതിലൊരു പച്ചടിയാണ് നമ്മളിപ്പോൾ ഒന്ന് തയ്യാറാക്കുന്നത്. ഇതൊക്കെ മുമ്പ് നമ്മൾ അവിയൽ, സാമ്പാർ, അടപ്രഥമൻ എല്ലാം ഇട്ട് ഇന്നിപ്പോൾ നമ്മൾ 4ാമത്തെ വീഡിയോയാണിത്. ഓണം പ്രമാണിച്ച് അത് ബീട്രൂട്ട് പച്ചടിയാണ്. ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് കുറച്ച് ജലം കൂടെ ഉണ്ട്, വെള്ളം കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് വറ്റിക്കഴിയട്ടെ. വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതേപോലെ ഒരു ബീട്രൂട്ട് മതി. ഒത്തിരി ഒന്നും വേണ്ട. ഇതൊന്നും കൂടുതൽ ദിവസമൊന്നും വെച്ചേക്കാൻ പറ്റില്ല, പെട്ടെന്ന് കേടാകും. അത് കാരണം നമ്മൾ കുറേശ്ശെ വേണം. ഇതേപോലെ വിഭവങ്ങളൊക്കെ സദ്യക്ക് കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി. ഇത് ഒത്തിരി അല്ലല്ലോ, 1 സ്പൂൺ മാത്രം നമ്മൾ വിളമ്പുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ചെറിയ രീതിയിൽ തയ്യാറാക്കിയാൽ മതി. ജലാംശമൊക്കെ വറ്റി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ പച്ചയളവ് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്നത് ഇളക്കി കൊടുത്ത് തിളപ്പിച്ച് നന്നായിട്ട് ഇതിൻ്റെ തേങ്ങയുടെ പച്ചക്കുത്ത് മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്.
അല്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പച്ചടിയല്ലേ. പച്ചടികളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഒത്തിരി മറ്റുള്ള നമ്മുടെ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനൊക്കെ അധികം സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങയുടെ പച്ചവ് മാറുന്ന അവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കണം. അപ്പം നമ്മൾ തേങ്ങ അരപ്പ് ചേർത്തതിൻ്റെ പച്ചയൊക്കെ മാറി നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നമ്മൾ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിച്ചു വെച്ചിരിക്കുന്നതാണ്. കട്ട തൈരായിരുന്നു. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത് ചൂടാകാനായിട്ട് ഈ ചട്ടിയുടെ ചൂട് മാത്രം മതി. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഒന്നുകൂടെ തണുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ തൈരങ്ങ് തിളയ്ക്കും. തൈര് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി പിരിഞ്ഞു പോകും. ഒത്തിരി പുളിയുള്ള തൈര് നമ്മൾ എടുക്കരുത്. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് വേണം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചട്ടിയുടെ ചൂടിൽ മാത്രം തൈരൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് പച്ചടി. ഓണ വിഭവത്തിൽ പ്രധാനമായ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വറക്കൂട്ടുകൂടെ തയ്യാറാക്കണം. ഈ സമയത്ത് ഇവിടെ ഉപ്പും പുളിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് ഉപ്പുകൂടെ വേണം ഇട്ട് കൊടുക്കാം. വറ താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണം വറ താളിച്ചൊഴിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ പച്ചടിയുടെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. പാൻ ചൂടായി വന്നേക്കുവാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. ചുവന്നുള്ളി വറുത്തരിഞ്ഞത്, മൂന്ന് വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഓഫാക്കിയതിന് ശേഷം ഈ വറക്കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ. ഇതേപോലെ നല്ല നല്ല ഓണ വിഭവങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.